നമസ്കാരം. ഗൾഫ് വാർത്ത. യുഎഇയുടെ 53-ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ടെലികോം ഓപ്പറേറ്റർ ഡു സൗജന്യ ഡാറ്റ നൽകുന്നു. കൂടാതെ ഡിജിറ്റൽ സേവനദാതാവ് പ്രത്യേക ഓഫറുകളും പ്രൊമോഷനുകളും കമ്പനി പ്രഖ്യാപിച്ചു. സൗജന്യ ഡാറ്റ 28-ാം തീയതി നവംബർ മുതൽ ഡിസംബർ 4 വരെ ലഭ്യമാകും. ഖത്തറിലെ ബാങ്കിൽ നിന്നും 61 കോടി രൂപയുടെ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മലയാളിയായ കണ്ണൂർ തൂവക്കുന്ന് സ്വദേശി ഇസ്മായിൽ ചക്കരത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നിയമലംഘനങ്ങളെ തുടർന്ന് കുവൈറ്റിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നത് 1000 പ്രവാസികൾ. രാജ്യത്തെ വിവിധ ജയിലുകളായി 6500 തടവുകാരുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഞായറാഴ്ച വരെ സൗദി അറേബ്യയിലുടനീളം ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ്. മക്ക മേഖലയിൽ മഴ പെയ്യുമെന്നും മിന്നൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. യുഎഇയുടെ 53-ാം ദേശീയ ദിനാഘോഷം പ്രമാണിച്ച് ഷാർജ, അജ്മാൻ, ഫുജൈറ ജയിലുകളിൽ കഴിയുന്ന തടവുകാരിൽ ചിലരെ മോചിപ്പിക്കും. ഷാർജ കറക്ഷൻസ് ആൻഡ് പ്യൂനിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 683 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടു. സൗദി അറേബ്യയിൽ വിദേശ നിക്ഷേപം 3 മടങ്ങ് വർദ്ധിക്കുകയും 1200 നിക്ഷേപകർക്ക് പ്രീമിയം ഇഖാമ അനുവദിക്കുകയും ചെയ്തതായി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഹാലിഫ് പറഞ്ഞു. റിയാദിൽ 28ാമത് അന്താരാഷ്ട്ര നിക്ഷേപ സമ്മേളനത്തിന്റെ WIC ഉദ്ഘാടന പ്രസംഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങളിൽ പൊതുസുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് UAE ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗതാഗത കുരുക്കുകളും അപകടങ്ങളും ഇല്ലാതാക്കാനാണ് ശ്രമം. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഷാർജയിൽ 5 ദിവസവും മറ്റ് എമിറേറ്റുകളിൽ 4 ദിവസവും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.